شكرا لك ربي حمدا لك ربي أحييت روحي وأنرت قلبي وهبتني. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു ഈദ് വ്ളോഗാണ്. ഒരുപാട് ക്ലിപ്സൊന്നുമില്ല, ചെറിയൊരു വ്ളോഗാണ്. ആക്ച്വലി ഞാൻ മറന്നുപോയി വ്ളോഗ് എടുക്കുന്ന കാര്യം. അപ്പം കുറേ ക്ലിപ്പ് മിസ്സായി പോയിന്. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ അടിച്ചുവാരി ഫുൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം അന്ന് എന്തായാലും കഴിയൂല, തിരക്കായി പോകും. അപ്പം തലേന്നെല്ലാം ചെയ്ത് വെച്ച് പിന്നെ അന്ന് നോമ്പുറക്കാനുള്ള ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മാസം കണ്ടപ്പോൾ ആണ് ഫസ്റ്റ് തന്നെ വല്യമ്മൻ്റെ കയ്യിലാണ് ഇട്ട് കൊടുത്തത്. വല്യമ്മൻ്റെ കയ്യിൽ ഞാൻ ആദ്യം ബുക്ക് ചെയ്തതാണ്. കാരണം എനിക്കങ്ങനെ മെഹന്തി ഇടാനൊന്നും അറിയില്ല. അപ്പം എനിക്ക് ആരെങ്കിലും ഒരു കൈ കിട്ടുകയാണെങ്കിൽ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ബുക്ക് ചെയ്തു. പക്ഷേ വല്യമ്മ ഫുള്ള് ആക്കാനൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ കുറച്ചിട്ടിട്ട് കൊടുത്തിട്ടു. ഈ കലാവാസനൊന്നും ഫുള്ള് എനിക്ക് ഇതാക്കാൻ കഴിയില്ല. പിന്നെ ഉമ്മക്കും പിന്നെ അടുത്തുള്ളൊരു കുട്ടിക്കൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ക്യാരറ്റ് പുഡിങ്ങാണ്. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാനിലേക്ക് നമ്മൾ നെയ്യ് തന്നെ യൂസ് ചെയ്യുക. ഒരിക്കലും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്നും എടുക്കരുത്. കാരണം ടേസ്റ്റ് എപ്പോഴും ഗീ ആണ്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് പാലാണ് ഞാൻ ഒഴിക്കുന്നത്. പക്ഷേ 1/4 കപ്പൊന്നും വേണ്ട, ഞാൻ ഒഴിച്ചത് ഓവർ ചെയ്യുന്നു. അതുകൊണ്ട് കുറേ നേരം ഫ്ലെയിമിൽ ഇടേണ്ടി വന്നതാണ്. പിന്നെ കസ്റ്റാർഡും കുറച്ച് പാലും ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറേ നേരം വെച്ചപ്പം ക്യാരറ്റ് സെറ്റായി. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കസ്റ്റാർഡ് വെക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷമാണ് സോസ് പാൻ വെച്ച് കൊടുക്കുന്നത്. പാൽ ഒഴിച്ച സോസ് പാൻ, അതാണ് കുറച്ചും കൂടി ബെറ്റർ. ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ. ഞാൻ ഈ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തത്. അതായത് 2 ട്രേയിലേക്കാണ് ഞാൻ അത് സെറ്റ് ചെയ്തത്. ട്രേ എന്ന് പറയുന്നത് നമ്മളെ ഡിന്നർ സെറ്റിൻ്റെ ആ ബൗളില്ലേ, അതുപോലത്തെ ഒന്നാണ്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് വന്നാൽ ഇതിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ച് ചൊയറ്റിയിട്ടൊക്കെ ഒഴിക്കുന്നുണ്ട്, നമ്മൾ മലയാളികളുടെ തനി സ്വഭാവം. പിന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, തണുത്ത് വന്നാൽ അതിങ്ങനെ കുറുകിയ പോലെ ആയിരിക്കും. പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഫസ്റ്റ് തന്നെ ക്യാരറ്റിൻ്റെതും പിന്നെ കസ്റ്റാർഡും വെക്കുക, കസ്റ്റാർഡ് ഒഴിക്കുക. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത് ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പുഡിങ് ബ്രെഡ് പുഡിങ് ആണ്. ചെറിയൊരു വ്യത്യാസമുള്ള ഈ പുഡിങ് വൈസിൽ കസ്റ്റാർഡിൻ്റെ ഒക്കെ സെയിമാണ്. പിന്നെ ബ്രെഡും ക്യാരറ്റും എന്നുള്ള ആ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് എത്ര പീസ് ബ്രെഡ് വേണം നോക്കി, എന്നിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ മിക്സ്ഡ് ജാമാട്ടോ കുറച്ചും കൂടി രസം. ഈ പൈനാപ്പിൾ മാത്രം അങ്ങനത്തെ എടുക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് മിക്സ്ഡ് ജാംസ് എടുക്കുന്നതാണ്. എന്നിട്ട് അത് ഇതുപോലെ വെച്ചിട്ട് ആ ട്രേയിലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വെറ്റ് ചെയ്യണം. അതിലേക്ക് മിൽക്കും അതുപോലെ മിൽക്ക് മെയ്ഡും ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബൗൾ മാത്രമല്ല കേട്ടോ ഞാൻ വെറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത്, വേറെയും കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തത്. കാരണം നല്ല വെറ്റാകുമ്പോഴാണ് ഇത് ടേസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കസ്റ്റാർഡ് സെയിം റെസിപ്പി, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാൻ. പിന്നെ ഇത് ഒഴിച്ചപ്പോൾ ഒന്ന് പൊന്തി വന്നതും ബബിൾസ് വന്നൊക്കെ സംഭവം ഞാൻ ചൂടോടെ ഒഴിച്ചതാണ്. കാരണം ഓൾറെഡി നല്ല ലേറ്റായിപ്പോയി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ചെയ്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, സെറ്റായാലും നല്ല രസമാണ്. പിന്നെ എനിക്ക് മെഹന്തി ഇട്ട് ഞാൻ അത്ര പ്രോ ഒന്നുമല്ല, എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ ഇടും, അത്രേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 2:30-2:45 ആയതുകൊണ്ട് എൻ്റെ മെഹന്തി ഒട്ടും ചോന്നിട്ടില്ല. പിന്നെ ഞാൻ ഓർഗാനിക് കോൺസും കൂടിയാണ് യൂസ് ചെയ്തത്. പിന്നെ രാവിലെ ഞാൻ വേഗം തന്നെ കുളിച്ച് മാറ്റി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എല്ലാവരും പെരുന്നാൾ നിസ്കാരത്തിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഞാൻ പിന്നെ നേരെ തിരിച്ച് കുറച്ച് വെറൈറ്റി ആക്കി. അപ്പോൾ നല്ല ചൂടുള്ള പുട്ടും ചൂടുള്ള ബീഫ് കറിയായിരുന്നു. ഇവിടെ രാവിലെ പെരുന്നാളിന് എപ്പോഴും അതുതന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് പിന്നെ ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരെന്തായാലും കാണാം. പിന്നെ പായസം കുടിച്ച്, ഇത് ഉമ്മ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ലേറ്റായി കിടന്നുകൊണ്ട് ഉമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു സെക്ഷനേനു. ഇതിൻ്റെ ഇടയിലൊക്കെ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ചിക്കൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തതേനു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ ഇനി ലഞ്ച് കഴിക്കുമ്പോൾ. അവരൊക്കെ അമ്മായിൻ്റെ വീട്ടിൽ പോയതേനു. പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ പുഡിങ് ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, മസ്റ്റ് ട്രൈ ചെയ്യാം. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിന്, പക്ഷെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഒരു വന്നതും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ രാത്രി ഫുഡ് കഴിക്കുന്നത് മാത്രമേ ഷോർട്ടിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ പുഡിങ്ങിനൊക്കെ നല്ല റിവ്യൂ കിട്ടീന് കേട്ടോ. അതൊന്നും പക്ഷെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നെക്സ്റ്റ് വീഡിയോ എടുക്കണം. ബൈ.